വട്ടം വെട്ടി ചെറുത് വളരെ നൈസായിട്ട് അരിയണം. ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാൽ മതി. ഇപ്പം ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിപ്പൊടിയാണ്. ഇതുപോലെ 1 കപ്പ് അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 കപ്പ് മൈദാമാവാണ്. എനിക്ക് 1 കപ്പ് മൈദാമാവ് മതി. അരിപ്പൊടിക്ക് സമം മൈദാമാവ് എടുത്താലും മതി. അല്ലെങ്കിൽ കൂടുതൽ സാധനം വേണമെങ്കിൽ 2 കപ്പ് മൈദാമാവ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മിക്സാക്കുന്ന കൂട്ടത്തിൽ മാവിനാവശ്യമായ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇത് നല്ല പരത്തിയെടുക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി എടുക്കാൻ. ഇത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം നല്ലപോലെ. ഇപ്പം ഞാൻ ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുക്കാനുള്ളതാണ്. ഇതിനി കുറച്ച് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എത്ര നേരം കൂടുതൽ വയ്ക്കുന്ന അത്രത്തോളം നല്ലപോലെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പരത്തിയെടുക്കാനൊക്കെ പറ്റും. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന കാര്യം. ഞാൻ ഇപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ കൈ തടവി ഒന്നുകൂടെ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നവരെ? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിതുപോലെ ഓരോ മിനിറ്റ് പരിപാടികളൊക്കെ തയ്യാറാക്കുന്നത് കാണാം. ഇത് നല്ലൊരു ഇതാണ്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ ഉടച്ചാലും മതി. എന്നാലും ഞാൻ വിചാരിച്ച് ഇപ്പം അങ്ങ് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് മിക്സിയിലൊന്നും അടിക്കില്ല. ഇങ്ങനെ നമ്മൾ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തവി കൊണ്ടോ ഇതുപോലെ കോർക്ക് കൊണ്ടോ ഇങ്ങനെ ഉടച്ചെടുക്കുകയേ ചെയ്യാവൂ. ഇനി ഇത് ഉടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ സവാളയും തക്കാളിയെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന ഇത് അടുപ്പിലിട്ടിട്ട് വഴറ്റി കൊണ്ടുവരണം. അതുപോലെ ഇത്രയുള്ളൊരു തക്കാളി ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. 4ആയിട്ട് കീറിയ തക്കാളി വീണ്ടും ഇതുപോലെ കുറുക്കെ 4ആയിട്ട് കീറിയിട്ട് ഇതുപോലെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് അകത്ത് ഫില്ല് ചെയ്തെടുക്കാനുള്ള സാധനമാണ്. അതാണ് ഇത്ര നൈസായിട്ട് അരിയണമെന്ന് പറയുന്നത്. അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഞാൻ അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി കടുക് ചെറുതായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇത് ഇടാത്ത കാര്യമെന്ന് പറഞ്ഞാൽ കറിവേപ്പില നമുക്ക് ആ മിക്സിലോട്ട് ചേർക്കണം. അതുകൊണ്ട് കറിവേപ്പില ഞാൻ ഇതിലോട്ട് ഇടുന്നില്ല. ഈ മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ അതിലോട്ട് അരിഞ്ഞ് ചേർക്കണം. അല്ലെങ്കിൽ ഇത് അരിഞ്ഞിട്ടാൽ അത് മൂത്ത് പോവും, കരിഞ്ഞു പോവും. അപ്പോൾ ഈ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വഴണ്ട് മിക്സായി വരണം. അപ്പോൾ ഇത് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മളിതിൽ ഓരോന്നിലും ഉപ്പ് ഇട്ടിട്ടുണ്ട്. മാവിനകത്ത് പ്രത്യേക ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഉള്ളിയും തക്കാളിയിലും ചേർത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേ സാധനത്തിന് ആവശ്യമായ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഉപ്പ് ചേർക്കാൻ ഈ പരിപാടിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ സാധനം എടുക്കുമ്പോഴും അതിന് ആവശ്യമായ ഉപ്പ് കുറേശ്ശെ ചേർത്ത് ഇളക്കി തയ്യാറാക്കി എടുക്കണം. ഇങ്ങനെ മിക്സായി വന്ന് നമ്മൾ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്ന 1 സ്പൂൺ കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലപോലെ ശ്രദ്ധിച്ചോണം. ഈ കോൺഫ്ലവർ പൊടി കലക്കി ഒഴിച്ചില്ലേലും ഒന്നുമില്ല. കയ്യിലില്ലാത്തവർ ഇത് ഒഴിച്ചില്ലേലും അല്ലാതെ തന്നെ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോഴും അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇച്ചിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് ഇതുപോലെ ലൂസായിട്ട് കിട്ടണം. ഇനി നമ്മളിതിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
ഈ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചിട്ടില്ലേ, നേരത്തെ കാണിച്ചല്ലേ, ആ വേവിച്ച് ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ വേറൊരു സാധനം കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും നിങ്ങൾ കയ്യിലുള്ളവർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലാതെ ഇത് തയ്യാറാക്കി എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഒരു കപ്പിലിച്ചിരി ചിക്കനാണ്. ചിക്കനും അതുപോലെ ഉരുളൻകിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നത് പൊടിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ എടുക്കുമ്പോൾ വേവിച്ച് തന്നെ എടുക്കണം നല്ലോണം. ഇപ്പോൾ ചിക്കനൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് എന്തോ അസുഖങ്ങൾ ആളുകൾക്ക് വരുന്നുണ്ട്. എല്ലാ വർഷവും ഇതിന് ഓരോന്ന് പറയും, പിന്നെ അത് തന്നെ തുടരുന്നത്. ഇപ്പോഴും ചിക്കൻ ഇപ്പോൾ വില കുറവാണ് വളരെ. ഇവിടെ മേടിച്ചതിരുന്നുകൊണ്ട് ഞാൻ പിന്നെ എടുത്തതേ ഉള്ളൂ. ഇത് നമുക്ക് ഇതുപോലൊരു മസാലക്കൂട്ട് തയ്യാറാക്കി ഇതുപോലെ വേണം കിട്ടാൻ. നമുക്ക് കോരി വയ്ക്കത്തക്ക രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കുന്ന മിക്സിലേക്ക് നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത് മസ്റ്റാണ്. ഈ കുരുമുളക് പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ ഇത് മസ്റ്റാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ആളൊക്കെ അറിയാമല്ലോ, അതുപോലുള്ള മസാല ചേർത്തോണം. മുളക് പൊടിയും ലേശം അതിൻ്റെ പകുതി മല്ലിപ്പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് തയ്യാറാക്കണം. കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത്. അപ്പോൾ ചിക്കൻ മസാല ഉള്ളതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല ഒറ്റയടിക്കങ്ങ് ചേർക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗരം മസാല ചേർക്കേണ്ടത്. അപ്പോൾ ഈ മസാലയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് ഈ മിക്സ് ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. ഇത് കോരി ഇതുപോലെ വെക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതുപോലെ വെള്ളം കൂടാൻ പാടില്ല, ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇനി തീ ഓഫാക്കുകയാണ്. ഇപ്പോഴൊന്നും ഈ തീ നമുക്ക് വേണ്ട. ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം ആറുന്നതിന് വേണ്ടി. നമ്മൾ മസാല കൂട്ടൊക്കെ തയ്യാറാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അതിനി നമുക്ക് പരത്തിക്കൊണ്ട് വരാം. അപ്പോൾ പരത്തുന്നതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ചപ്പാത്തിയുടെ പരുവത്തി ചെറുതായിട്ട് ഒരു വലിപ്പം കുറച്ച് പരത്തിക്കൊണ്ട് വരാം. നമ്മൾ ആ മാവൊക്കെ ഇവിടെ പരത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി ചെറിയ രീതിയിൽ ആണ് പരത്തിയെടുത്തിരിക്കുന്നത്. അത് വേവിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇത് പരത്തിയപ്പോൾ ഞാൻ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചത്. ഇതിനി ഓരോന്നെടുത്ത് ഇതിനകത്ത് മസാല തയ്യാറാക്കാം. ഇതെനിക്ക് വീഡിയോ ഓണായി കഴിഞ്ഞാലേ ഒരു വെപ്രാളവും ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോഴ പരത്തൊന്നും നടക്കില്ല ശരിയായിട്ടേ. അതുകൊണ്ടാണ് ഞാൻ പരത്തിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് പരത്തിക്കൊണ്ട് വന്നത്. ഇതിനി മടക്കണം. ഇതുപോലെ മടക്കിയിട്ട് വീണ്ടും മടക്കണം. വീണ്ടും ആ അരി രണ്ടാമതൊന്ന് മടക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അത് എണ്ണ ഒഴിച്ചില്ല. അത് വീണ്ടും മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിരൽ കൊണ്ട് എണ്ണ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഷേപ്പൊക്കെ കിട്ടണമെങ്കിൽ ഇത്തിരി ഭംഗിയൊക്കെ വരണമെങ്കിൽ കോർക്ക് കൊണ്ട് വേണമെങ്കിലും പതുക്കെ ഇങ്ങനെ താത്തു കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സാധനമാകുമ്പോൾ നമ്മളെ എളുപ്പത്തിന് നമുക്ക് ആ കൈ കൊണ്ട് ഒന്ന് പരത്തി ഇനി എടുത്താൽ മതി. ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതിനി പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്ന സാധനമല്ല. തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കണം. തോനെ എണ്ണയൊന്നും വേണ്ട. എണ്ണയിൽ മുങ്ങിക്കിടന്ന് പൊരിക്കുന്ന സാധനമല്ല. ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കുകയല്ല, തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം.
നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നൊരു കാര്യം കാണും, ഇത്രയും ടേസ്റ്റിയായ സാധനം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ, ഇതെന്ത് ഇത്രയും നാളും തോന്നിയില്ല. നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര പാടാണെന്ന്. ചപ്പാത്തി പരത്തുന്ന സമയം വേണ്ടു. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കുമല്ലോ, അത്രയും സമയവും വേണ്ട. നല്ലൊരു കറി ഇത് ആക്കിയെടുക്കാം. ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി ഇതുപോലെ വെച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ഇത് അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരുവിധം വെന്തതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നുപോയി, ആ കറിവേപ്പില അരിഞ്ഞ് ചേർക്കണമായിരുന്നു. ആ മസാലക്കൂട്ടിലെ കറിവേപ്പില അരിഞ്ഞ് ചേർത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട്, കാണുമ്പോഴും അറിയാം. ഇനി അടുത്തത് ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് മാറ്റുകയാണ്, ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ നേരത്തെ ഒന്നെണ്ണിട്ട് എങ്കിൽ ഞാൻ പിന്നെ രണ്ടുമൂന്നെണ്ണം പെട്ടെന്ന് തീരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഓണായി കഴിഞ്ഞാൽ പിന്നെ ഒരു വെപ്രാളമൊക്കെയാണ്, ഒരു വിറയിലുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിട്ട് നല്ലതുപോലെ കാണിച്ചത്. അപ്പോൾ എളുപ്പത്തിന് രണ്ടുമൂന്നെണ്ണം ഇട്ട് പാൻ നിറയെ ഇട്ട് എടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയേ ഉള്ളൂ, അത് തിരിച്ചിട്ടിട്ട് വീഴാത്തത് കണ്ട അതാണ്. അല്ലെങ്കിൽ വീഡിയോ ഓണല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാത്ത വീടുകളാരുമില്ല, വീടുകളൊന്നുമില്ല. ഒരു ചപ്പാത്തി ഉണ്ടാക്കാത്ത വീട്ടമ്മയായിട്ട് ആരുമില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിനൊരു കറി തയ്യാറാക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുന്നവർക്ക് ഒരു തൃപ്തിയൊക്കെ വരും. പിന്നെ ഞാൻ കുരുമുളക് പൊടി മാത്രമേ എരിയായിട്ട് ചേർത്തിട്ടുള്ളൂ, ചിക്കൻ മസാല ഇടാതെ. അപ്പോൾ എരി വലിയ ആളുകളൊക്കെ ഉള്ളിടത്താണെങ്കിൽ എരി അതുപോലെ ചേർക്കണം. അപ്പോൾ നമ്മളിവിടെ സ്നാക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. രാത്രി കഴിക്കാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. മറ്റത് ജോലിക്ക് പോണവരും കുട്ടികൾ സ്കൂളിൽ രാവിലെ പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പാടായിരിക്കും, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പാടായിരിക്കും. അപ്പോൾ അവധി ദിവസങ്ങളാകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്നും ഇഡലിയും ദോശയും അപ്പവും പുട്ടും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉപയോഗിക്കാം, രാത്രിയും ഉപയോഗിക്കാം. രാത്രി കൊച്ചുങ്ങൾ ചോറ് തിന്നാൻ മടിയുള്ള കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാൻ നല്ല രാത്രി എടുത്ത് കൊടുക്കാം. ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ലൊരു സാധനമാണ് ഇത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കണം, ഗോതമ്പ് പൊടി മാത്രം എടുത്താലും മതി. ഞാനിതിപ്പോൾ അരിപ്പൊടിയും മൈദാമാവും കൂടെയാണ് എടുത്തിരിക്കുന്നത്, ഓരോ കപ്പ് വീതം. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഓരോ കപ്പ് വീതമാണ്. കുറച്ച് മസാല മാത്രമാണ് തയ്യാറാക്കിയെടുത്തത്. നല്ലതുപോലെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കണം. ഇത്രയും നാൾ സഹകരിച്ച് എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും കാണാം.